നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വാർഷിക മെറിറ്റ് ഡേ ആഘോഷവും ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനവും നടത്തി. മിഷൻ 2025 ഉടുമ്പന്നൂർ മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. AICC അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ യോഗം തൊടുപുഴയിൽ നടന്നു. കേരളത്തിൽ ആയുരാരോഗ്യപൂർണമായ വാർദ്ധക്യം വിഭാവനം ചെയ്യുവാനുതകുന്ന ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേർന്നത്. സംസ്ഥാന വ്യാപകമായി INTUC സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളന്തേശം ബ്ലോക്ക് ഓഫീസിന്റെ മുൻപിൽ സംഘടിപ്പിച്ചു. അനധികൃത നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ആദ്യം പൊളിച്ചു നീക്കേണ്ടത് കട്ടപ്പന വില്ലേജ് ഓഫീസ് കെട്ടിടമാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വാർഷിക മെറിറ്റ് ഡേ ആഘോഷവും ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനവും നടത്തി. കുട്ടിക്കാനം മരീൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൽ രാജ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ബെർസർ ഫാദർ ബെൻസൺ N. ആന്റണി, ശോഭ തോമസ്, ലിസ് ഡൊമിനിക് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വാർഷിക മെറിറ്റ് ഡേ ആഘോഷവും ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനവും നടത്തി. കുട്ടിക്കാനം മരിയൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൽ രാജ് ഓൺ യുവർ മാർക്ക് എന്ന പേരിൽ ഒരു മോട്ടിവേഷണൽ പ്രഭാഷണം നടത്തി. കഠിനാധ്വാനം, അർപ്പണബോധം, അവരുടെ സ്വപ്നങ്ങളുടെ പിന്തുടരൽ എന്നിവയിലൂടെ വിജയത്തിനായി പരിശ്രമിക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു. ഇന്ന് നമ്മൾ അവരെ ആദരിച്ചു, മെമന്റോ കൊടുത്തു, നല്ല വാക്കുകൾ പറഞ്ഞു. And we said maybe high things about them. But keep in mind that winners become winners not on the stage. They are only recognized there. You got it? Winners become winners not on stage, but they are only recognized there. എന്ന് പറഞ്ഞാൽ ഇവർ വിന്നേഴ്സ് ആയത് സ്റ്റേജിൽ നിന്നതുകൊണ്ടല്ല, അവരവിടെ അംഗീകരിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ വിജയത്തിന്റെ പിറകിൽ കഠിനമായ ഒരു ആസൂത്രണമുണ്ട്. വളരെ കഠിനമായ തീക്ഷ്ണമായ അധ്വാനമുണ്ട്. ഈ ആസൂത്രണവും അധ്വാനവും ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹവും ഇതെല്ലാം സമഞ്ജസമായി ചേർന്നപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചത്. നിങ്ങൾക്ക് തുടർന്നും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കോളേജ് ബർസർ ഫാദർ ബെൻസൺ N. ആന്റണി, അധ്യാപകരായ ശോഭ തോമസ്, ലിസ് ഡൊമിനിക് എന്നിവർ ആശംസ അറിയിച്ചു. യൂണിവേഴ്സിറ്റി റാങ്കുകൾ നേടിയ ശ്രീമതി ആര്യ PK, അനഘ ഉണ്ണി എന്നിവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ആവേശകരമായ പങ്കാളിത്തം ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിന്റെയും മാവുടി ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് അടിവാട് ടൗണിൽ സ്വീകരണം നൽകി ഹീറോ യങ്സ് ക്ലബ്ബ്. മധുര പലഹാരം നൽകിയാണ് ക്ലബ്ബ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്.
ക്ലബ്ബ് പ്രസിഡന്റ് ഹക്കീം മുഹമ്മദ്, സെക്രട്ടറി മുഹമ്മദ് മൻസൂർ, ട്രഷറർ റമീസ് ബഷീർ, രക്ഷാധികാരി KK അഷ്റഫ്, ചാരിറ്റി ഹാൻഡ് ഓർഗനൈസർ ഷൗക്കത്ത് അലി MP തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നാടിന്റെ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് അടിവാട് ഹീറോ യങ്സ് ക്ലബ്ബ് ആൻഡ് റീഡിംഗ് റൂം. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിന്റെയും മാവുടി ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരുന്ന ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര അടിവാട് ടൗണിൽ എത്തിച്ചേർന്നപ്പോൾ മധുര പലഹാരം നൽകി ക്ലബ്ബ് പ്രവർത്തകർ സ്വീകരണമൊരുക്കി. ക്ലബ്ബ് പ്രസിഡന്റ് ഹക്കീം മുഹമ്മദ്, സെക്രട്ടറി മുഹമ്മദ് മൻസൂർ, ട്രഷറർ റമീസ് ബഷീർ, രക്ഷാധികാരി KK അഷ്റഫ്, ചാരിറ്റി ഹാൻഡ് ഓർഗനൈസർ ഷൗക്കത്ത് അലി MP തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടിവാട് ഹീറോയിസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണ ചടങ്ങിലാണ് നമ്മളുള്ളത്. നമ്മൾ ഹീറോയിസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 27 വർഷക്കാലമായി നടത്തി വരുന്ന ഇത്തരം സംരംഭങ്ങളിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണം ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് നടത്തപ്പെടുന്ന കന്നിരുവന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള യാത്രികർക്ക്, തീർത്ഥയാത്രികർക്ക് മധുര പലഹാര വിതരണവും അതോടൊപ്പം കാപ്പിയും ലഘുഭക്ഷണ വിതരണവും സംഘടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നബിദിന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നബിദിനത്തിന് മധുര പലഹാര വിതരണവും എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി സംഘടിപ്പിക്കാറുണ്ട്. ഈ നാടിൻ്റെ മാനവികതയും ഒരു മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മതേതര മൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഹീറോയിസ് ക്ലബ്ബ് എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ഇത്തരം പരിപാടികളിൽ നാട്ടുകാരും നല്ലവരായ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും ഇതുമായി ഒരുപാട് സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മാർ ബെസേലിയോസ് ബാവയുടെ കബറിടത്തിലേക്ക് കാൽനടയായി പോകുന്ന തീർത്ഥാടകർക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണ പദാർത്ഥങ്ങൾ നൽകിയും നബിദിന ആഘോഷ യാത്രയിൽ പങ്കെടുക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരം നൽകിയും എക്കാലവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറെ കാലങ്ങളായി ഏറ്റെടുത്ത് നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അടിവാട് ഹീറോ യങ്സ് ക്ലബ്ബ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മിഷൻ 2025 ഉടുമ്പന്നൂർ മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. AICC അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി K. പോലോസ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ AP ഉസ്മാൻ സന്ദേശം നൽകി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് KPCCയുടെ മിഷൻ 2025ന്റെ ഭാഗമായി ഉടുമ്പന്നൂർ മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തിയത്. ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവിന്റെ ഉദ്ഘാടനം AICC അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM ആഗസ്തി നിർവഹിച്ചു. ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ജനാധിപത്യം ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ മതേതര രാഷ്ട്രമായത്. നമ്മൾ ഹിന്ദു രാഷ്ട്രമായില്ല. പാകിസ്ഥാനെ പോലെ മുസ്ലിം രാജ്യമായില്ല. പാകിസ്ഥാൻ മുസ്ലിം ആയതുകൊണ്ട് ഇന്ത്യ ഹൈന്ദവ രാജ്യമാക്കണമെന്നാണ് RSSകാർ പറയുന്നത്. അതാണ് BJPക്കാർ ആവർത്തിക്കുന്നത്. മോഡി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന മാറ്റും എന്നാണ്. ഭരണഘടന മാറ്റാൻ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കും. അതിനുവേണ്ടി പോരാടാൻ തയ്യാറുള്ള പാർട്ടിയായി കോൺഗ്രസിനെ സജ്ജമാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ ഭയപ്പാട് മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് നമ്മളെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ കാലഘട്ടത്തിൽ പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി ഐസൊലേറ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. 2025 കഴിഞ്ഞാൽ 2024 ഒരു ഉത്തരവാദിത്തം വരികയാണ്. ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2024 തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തൊരു മാറ്റമായിരിക്കും. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരും. സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് മേധാവിത്വം കൊണ്ടുവന്ന 75 വർഷം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു. വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ചൈനയിൽ കമ്മ്യൂണിസം എന്ന പേരേ ഉള്ളൂ, മുതലാളിത്ത രാജ്യമായി മാറി. പിന്നെ ഉത്തര കൊറിയയിലാണുണ്ടെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ മാത്രം കമ്മ്യൂണിസം നിലനിന്നത് എന്നാണ് പലരും അന്വേഷിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി K. പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. അറിയാതെ തന്നെ ഈ ഗവൺമെന്റിനോടും ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയോടും പാർട്ടിയോടുമുള്ള പകയും വിരോധവും ഉടുമ്പന്നൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ നിൽക്കുന്ന സന്ദർഭമാണ്.
അതങ്ങ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2025 നവംബർ മാസം നടക്കുമ്പോൾ UDF ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമുള്ള സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിൻ്റെ അകത്തും രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ട്. ആ നിലപാടുകളിൽ മാറ്റം വരുത്തുന്ന ആളുകളുണ്ട്, സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം 2005 നമുക്കെതിരായൊരു നിലപാടാണ് അന്ന് നമ്മുടെ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുക. 2001 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറായ AP ഉസ്മാൻ സന്ദേശം നൽകി. ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ, കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടക്കൽ, DCC ജനറൽ സെക്രട്ടറി CB ദാമോദരൻ, DCC മെമ്പർ ജോൺസൺ കുര്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു K ജോൺ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സാം ജേക്കബ്, സോമി അഗസ്റ്റിൻ, റഷീദ് ഇല്ലിക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സെയ്തു മുഹമ്മദ്, ജില്ലാ സെക്രട്ടറിയും ബ്ലോക്ക് മെമ്പറുമായ നൈസി ഡെനിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ജിജി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം അഖിലേഷ് ദാമോദരൻ, INTUC മണ്ഡലം പ്രസിഡന്റ് PT ജോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് ജോർജ് കൊച്ചുകുടി എന്നിവർ പ്രസംഗിച്ചു. ഗോപിനാഥൻ കാവുന്തടത്തിൽ യോഗത്തിന് സ്വാഗതവും ജോണി മുതലക്കുഴി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ യോഗം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ ആയുരാരോഗ്യപൂർണമായ വാർദ്ധക്യം വിഭാവനം ചെയ്യുവാൻ ഉതകുന്ന ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേർന്നത്. തൊടുപുഴ IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡോക്ടർ തോമസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും കൺസൾട്ടേഷൻ മീറ്റിംഗുകൾ നടത്തുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലും യോഗം നടത്തിയത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് കേരളത്തിൽ ആയുരാരോഗ്യപൂർണമായ വാർദ്ധക്യം വിഭാവനം ചെയ്യുവാൻ ഉതകുന്ന ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിനായി പ്രായമായവരുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഇതര വ്യക്തികളോടും സംഘടനകളോടും സഹകരിച്ച് ചർച്ചകൾ നടത്തി ഒരു നയരേഖ രൂപീകരിക്കുന്നതിനായി വിഭാവനം ചെയ്യുന്നു. കേരളത്തിൽ 14 ജില്ലകളിലും കൺസൾട്ടേഷൻ മീറ്റിംഗുകൾ നടത്തുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ IMA കേരള സംസ്ഥാന ഘടകത്തിൻ്റെ ചർച്ച തൊടുപുഴ IMA ഹാളിൽ വെച്ച് നടന്നു. IMA ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡോക്ടർ തോമസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ഇതിനെപ്പറ്റി ആഗോളതലത്തിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതില് നിങ്ങളുടെ റോള് നിങ്ങളൊരു സ്റ്റേക്ക് ഹോൾഡറായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. അതായത് നിങ്ങളും ഈ അസോസിയേഷനിലെ മെമ്പറാണ്. നിങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ ഭാവി മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ഓരോരുത്തർക്കും വ്യക്തിപരമായ എക്സ്പീരിയൻസസ് ഉണ്ടാകാം, അടുത്തുള്ള പ്രായമായ ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കേരള IMA ഘടകം ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ളതാണ്. നമുക്കിന്ന് ഡോക്ടർ ജോയ്സിന് 11 രാജ്യങ്ങളിൽ ഈ ഹെൽത്തി ഏജിങ്ങിനെ പറ്റി കോർഡിനേറ്റ് ചെയ്യുന്ന എക്സ്പെർട്ടാണ്. ഇരിട്ടിക്കാരനാണ്. ഇസ് ഡോക്ടറേറ്റ് PhD ആണ്. സോ പുള്ളിയാണ് ഈ കംപ്ലീറ്റ് കേരളത്തിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഡോക്ടർ പ്രവീൺ ജി പൈ ഉണ്ട്. പ്രവീൺ ജി പൈ കൊച്ചിൻ IMA മെമ്പറാണ്. IMA ഭാഗത്ത് IMA കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഡോക്ടർ പ്രവീൺ ജി പൈ. ഡോക്ടർ ജോയ് തോമസ് ചർച്ച നയിച്ചു. ഡോക്ടർ പ്രവീൺ ജി പൈ നേതൃത്വം നൽകി. ചർച്ചയിൽ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, ഇടുക്കി ജില്ലയിലെ പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, പാലിയേറ്റീവ് കെയർ സംഘടന ഭാരവാഹികൾ, സോഷ്യൽ വർക്കേഴ്സ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, റോട്ടറി, ലയൺസ് ക്ലബ്ബ്, വ്യാപാരി വ്യവസായി സംഘടന, തൊടുപുഴ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സംഘടന ഭാരവാഹികൾ, നിരവധി ഡോക്ടേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ നമുക്ക് നയങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് നയങ്ങൾ നല്ല നയമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നയമാണ്. നമ്മുടെ വയോജന നയം വൺ ഓഫ് ദ ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ 2013 നയം ഇപ്പം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് റിവിഷൻ വരുന്നു. അത് വരുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്, പോളിസി ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് പലതും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കാലക്രമേണ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് പരാതികളൊന്നുമില്ല. അപ്പൊ ആ നയം തന്നെയാണോ ഹെൽത്തി ഏജിങ്ങിന്റെ നയം, രണ്ടും ഒന്നാണോ, ഡ്യൂപ്ലിക്കേഷൻ ആണോ എന്നുള്ളതൊരു സംശയം നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ കാരണം പറയാം. നമ്മളിവിടെ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയുർദൈർഘ്യം ഏകദേശം 78 വയസ്സ്. ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി 78 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് 60 ആയ ഒരാൾ ഏകദേശം അടുത്തൊരു 20 വർഷമാണ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു.
ഏകദേശം അതാണ് അതിൻ്റെ ഒരു കണക്കതാണ്. പക്ഷെ ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ 78 വയസ്സിൽ ജീവിച്ചോ 80 വയസ്സിൽ ജീവിച്ചോ അതിനകത്ത് എത്ര നാൾ ആരോഗ്യപൂർണ്ണമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ മൂന്നാമത് തൊടുപുഴ മേഖലാ സമ്മേളനം 28-ന് സിനിമൺ കൗണ്ടി റെസിഡൻസി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിക്കും. കുടുംബസഹായ പദ്ധതി, വിവാഹ ധനസഹായം, അപകട ചികിത്സാ ധനസഹായം, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ അംഗങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും. കേരളത്തിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയാണ് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മൂന്നാമത് തൊടുപുഴ മേഖലാ സമ്മേളനം 28-ന് 2:30-ന് സിനമോൺ കൗണ്ടി റെസിഡൻസി ഹാളിൽ വെച്ച് നടത്തും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിക്കും. മേഖലാ പ്രസിഡന്റ് ഷിജു തോമസ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സഹായനിധി ചെയർമാൻ റോയി ലൂക്ക് ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ID കാർഡ് വിതരണം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ, ജില്ലാ സെക്രട്ടറി ജിനോബി ജോൺ എന്നിവർ ആശംസകളും നേരും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കൽ, മെമ്പർഷിപ്പ് പുതുക്കൽ എന്നിവ ഉണ്ടായിരിക്കും. അൽക്കയുടെ സംസ്ഥാന മന്ദിരത്തിനായി തൃശൂരിൽ സ്ഥലം വാങ്ങിച്ച് പണികൾ നടന്നുവരുന്നു. കുടുംബസഹായ പദ്ധതി, വിവാഹ ധനസഹായം, അപകട ചികിത്സാ ധനസഹായം, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ അംഗങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മൂന്നാമത് മേഖലാ സമ്മേളനം ഓഗസ്റ്റ് 22-ാം തീയതി ബുധനാഴ്ച 2:30-ന് സിനിമൺ കൗണ്ടി റെസിഡൻസി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു TC തരണിയിലാണ്. മേഖലാ പ്രസിഡന്റ് ഷിജു തോമസിന്റെ യോഗത്തിൽ അധ്യക്ഷത അറിയിക്കുന്നു. ജില്ലാ സഹായനിധി ചെയർമാൻ റോയ് ലൂക്ക് ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ID കാർഡ് വിതരണം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ, ജില്ലാ സെക്രട്ടറി ജിനോബി ജോൺ എന്നിവർ ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ SSLC, +2 വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കൽ, മെമ്പർഷിപ്പ് പുതുക്കൽ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഷിജു തോമസ്, സെക്രട്ടറി രമേശ് ചന്ദ്രൻ, ട്രഷറർ അൻസാർ ഏഴല്ലൂർ, ജില്ലാ സഹായനിധി ചെയർമാൻ റോയി ലൂക്ക്, ജോയിന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം 500 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, ESI പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി INTUC സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളന്തേശം ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചു. ധർണാ സമരം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. INTUC റീജിയണൽ പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം 500 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, ESI പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി INTUC സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളംദേശം ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നരേന്ദ്രമോദി സർക്കാരിന് നേരിടേണ്ടി വരുമെന്നും വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ ഇരു സർക്കാരുകളെയും താഴെയിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് 100 ദിവസം പണിയെടുത്താൽ ചിലപ്പോൾ അത് സമയത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിനൊക്കെ അവഹേളിച്ച ആളുകൾ ഇപ്പൊ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളാണ്. ഒരാൾ ഡൽഹിയിലുണ്ട്, മോഡി കേരളത്തിലുണ്ട്, സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ്. തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തവരാണ്. പഞ്ചായത്ത് നഗരപാലിക ബില്ലുകൾ താഴെത്തട്ടിലോട്ട് ഭരണം കൊണ്ടുപോകണം എന്ന മഹാത്മജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുണ്ടായ ധീരമായ തീരുമാനം അത് വന്നപ്പോൾ അതിനെ എതിർക്കുകയും അത് തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ പാർലമെന്റിൽ വോട്ടുകയും ചെയ്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന അവർ അവിടെ തുക വെട്ടിക്കുറച്ച് 20% വെട്ടിക്കുറച്ചിരിക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ നിർമ്മലാ സീതാരാമൻ, അവരാണല്ലോ ധനകാര്യമന്ത്രി, ഭർത്താവ് കോൺഗ്രസിന്റെ ആളാണ്. നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് കോൺഗ്രസിന്റെ ആളാണ്. അപ്പൊ അങ്ങേർക്ക് കുറച്ചുകൂടി ദീർഘവീക്ഷണമുള്ളത് കൊണ്ട് അതുകൊണ്ട് രാജ്യത്തുള്ള പാവങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ അങ്ങേര് പറയുന്നുണ്ടെങ്കിൽ പോലും നിർമ്മലാ സീതാരാമന് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് മോദിയുടെ മന്ത്രിസഭയിൽ തുടരണം. മോദി ധനാഢ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്.
അംബാനിമാർക്കും മദാനിമാർക്കും എങ്ങനെ പണം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മൈക്രോസ്കോപ്പിക് വ്യൂയിലൂടെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് ഭാരതത്തിൽ കഷ്ടകാലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണക്കാരും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ധർണാ സമരം INTUC റീജിയണൽ പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ തോമസ് മാത്യു കക്കുഴി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, ബ്ലോക്ക് മെമ്പർമാരായ ആൽബർട്ട് ജോസ്, മാത്യു കെ ജോൺ, ജിജി സുരേന്ദ്രൻ, ആൻസി സോജൻ, TK രവി, INTUC ജില്ലാ സെക്രട്ടറിമാരായ TK നാസർ, ജാഫർഖാൻ മുഹമ്മദ്, ജോർജ് താന്നിക്കൽ, റീജിയണൽ ഭാരവാഹികളായ KS ജയകുമാർ, MA ഷമീർ, ബൈജു ജോർജ്, ബിജിമോൾ, മണ്ഡലം പ്രസിഡന്റുമാരായ PT ജോസ്, OP സണ്ണി, ബാബു ജേക്കബ്, ഹസൻ ഇഞ്ചക്കാട്ട്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, പഞ്ചായത്ത് മെമ്പർമാരായ നിഖിൽ ജോ, ഹരിദാസ്, നിസാമോൾ ഇബ്രാഹിം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനജ സുബൈർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജെറി തുടങ്ങി INTUCയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. അനധികൃത നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ആദ്യം പൊളിച്ചു നീക്കേണ്ടത് കട്ടപ്പന വില്ലേജ് ഓഫീസ് കെട്ടിടമാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. കല്യാണത്തിന്റെ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വില്ലേജ് ഓഫീസ് പടിക്കലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ആദ്യം പൊളിച്ചു നീക്കേണ്ടത് കട്ടപ്പന വില്ലേജ് ഓഫീസ് കെട്ടിടമാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. കല്യാണത്തണ്ട് ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വില്ലേജ് ഓഫീസ് പടിക്കലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ആദ്യഘട്ടം പ്രദേശവാസികളുടെ സ്ഥലത്തിന്റെ വിവരശേഖരണം നടത്തിയിരുന്നു. തുടർന്നാണ് കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കല്യാണത്തണ്ടിൽ ബോർഡ് സ്ഥാപിച്ച റവന്യൂ വകുപ്പ് അനധികൃത നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ കട്ടപ്പന വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കാൻ തയ്യാറാകണമെന്ന് EM അഗസ്തി ആവശ്യപ്പെട്ടു. അനധികൃതമായി ബോർഡ് വെച്ച വില്ലേജ് ഓഫീസറിൽ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടെങ്കിൽ നമുക്കത് മനസ്സിലാകുമായിരുന്നു. അപ്പൊ യോഗം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളാരും മാറിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. അവിടെ തന്നെ നിൽക്കും. ആര് വിചാരിച്ചാലും ആളുകളെ അവിടുന്ന് ഡിസ്പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. അനുവദിക്കുന്ന പ്രശ്നമില്ല. എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെയാണ് പിന്നെ ഒഴിഞ്ഞു പോകേണ്ടത് ഈ വില്ലേജ് ഓഫീസാണ്. ഈ വില്ലേജ് നിയമവിരുദ്ധമായ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിൽക്കുന്ന നിയമം അനുസരിച്ച് നീത്തര പദ്ധതി പ്രദേശത്താണ് വില്ലേജ് ഓഫീസ് നിൽക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റുമോ? ഇത് പൊളിച്ചു അനധികൃതമായ നിർമ്മാണമാണെന്ന് ബോർഡ് വയ്ക്കാൻ ഇവിടെ ആരെങ്കിലും തയ്യാറുണ്ടോ? വില്ലേജ് ഓഫീസിന് മുമ്പിൽ അനധികൃതമായ സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരാണെന്ന് അന്വേഷിച്ചാലോ അന്നത്തെ വില്ലേജ് ഓഫീസറെ പ്രതിയാക്കുമോ? സ്ഥലം സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചതെന്നും EM അഗസ്തി പറഞ്ഞു. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കല്യാണത്തണ്ടിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. എല്ലാ ആളുകളും ഒരുമിച്ച് അവിടെ താമസം തുടങ്ങിയിട്ടല്ലേ? അല്ലാതെ പ്രത്യേകിച്ച് പല സമയത്ത് വന്നവരല്ലല്ലോ. ആളുകൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാര്യം റവന്യൂ ഉദ്യോഗസ്ഥന്മാരോടും ഭരണക്കാരോടും പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം കല്യാണത്തണ്ടിൽ നിന്ന് ഒരാളെ പോലും ഇറക്കി വിടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ പലതും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. കല്യാണത്തണ്ടിലെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി ബോർഡുമായിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയിരിക്കുക. ഒറ്റ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, അവിടെ ആളെ ഇറക്കാൻ വന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കാര്യം ഞങ്ങൾ തട്ടിയോടിക്കും, യാതൊരു സംശയവും വേണ്ട. അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയുണ്ട്. ഒരു പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അവിടെ ആളുകളെ സംരക്ഷിക്കാനുള്ള പ്രാപ്തി ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മുൻ പ്രസിഡന്റ് മനോജ് മുരളി, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു.
കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 30-ാം തീയതി ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ബീന ജോബി, ഷൈനി സണ്ണി ചെറിയാൻ, പ്രശാന്ത് രാജു, ഷാജി വെള്ളമാക്കൽ, അരുൺ കാപ്പുകാട്ടിൽ, പൊന്നപ്പൻ അഞ്ചപ്ര, PS മേരിദാസൻ, ദാസ് കടത്തിപ്പറമ്പിൽ, രാജേന്ദ്രൻ പുളിന്താനത്ത്, രാജൻ പറച്ചിക്കൽ, നോബിൾ തോമസ്, TC മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുതലക്കോടും ജയ്ഹിന്ദ് ലൈബ്രറി കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് വായനയുടെ നൂതന ആശയം പകർന്നു നൽകിക്കൊണ്ട് ആരംഭിച്ച വീട്ടുമുറ്റ പുസ്തക ചർച്ച വീടുകളിൽ നിന്നും വീടുകളിലേക്കായി 2 വർഷം പിന്നിട്ടു. 24-ാം പുസ്തക ചർച്ചയ്ക്ക് വേദിയായത് മുതലക്കോടം കുന്നുമേൽ ജോസ് തോമസിന്റെ വീട്ടുമുറ്റമായിരുന്നു. ദേശാഭിമാനി ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫുമായ KT രാജീവ് ഉദ്ഘാടനം ചെയ്തു. കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് വായനയുടെ നൂതന ആശയം പകർന്നു നൽകിക്കൊണ്ട് ആരംഭിച്ച വീട്ടുമുറ്റ പുസ്തക ചർച്ച വീടുകളിൽ നിന്നും വീടുകളിലേക്കായി 2 വർഷം പിന്നിടുമ്പോൾ 24-ാം പുസ്തക ചർച്ചയ്ക്ക് വേദിയായത് മുതലക്കോടം കുന്നുമേൽ ജോസ് തോമസിന്റെ വീട്ടുമുറ്റമായിരുന്നു. 100-ലധികം ആളുകൾ പങ്കെടുത്ത ദേശാഭിമാനി ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫുമായ KT രാജീവ് ഉദ്ഘാടനം ചെയ്തു. കെട്ടഴിച്ചുവിട്ട കൊടും പ്രവാഹത്തിൽ എണ്ണിയാൽ ഒടുങ്ങ നിലവിളികൾക്കൊടുവിൽ മൗന മനസ്സുകൾ നിന്നു കത്തും, വിസമ്മതത്തിന്റെ വലിയ ആകാശം തീർക്കും. വാക്കിനാൽ മുറിവേറ്റ ഉഗ്രശാസനകൾ സമ്മതിക്കാരെ തുറച്ചു നോക്കും. വാക്കിനാൽ മുറിവേറ്റ ഉഗ്രശാസനകൾ സമ്മതിക്കാരെ തുറച്ചു നോക്കും. ധൈര്യത തടവറക്കോട്ടകൾ. കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി അധ്യക്ഷത വഹിച്ചു. GR ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവൽ മലയാള അധ്യാപകനും പ്രഭാഷകനുമായ PK സുരേഷ് അവതരിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, എഴുത്തുകാരൻ അഡ്വക്കേറ്റ് നീർനാൽ ബാലകൃഷ്ണൻ, TB അജിഷ് കുമാർ, ലൈബ്രറി സെക്രട്ടറി PV സജീവ് എന്നിവർ പുസ്തക ചർച്ചയിൽ സംസാരിച്ചു. ജോസ് തോമസ് സ്വാഗതവും AP കാസിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. കൃഷി വകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. നെല്ലിക്കുഴി ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകൻ VA തങ്കപ്പൻ, വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സർ ദിയാൻ അമീൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയ് 25,000 രൂപയുടെ ചെക്ക് മന്ത്രിക്ക് കൈമാറി. കോതമംഗലം ബ്ലോക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കൊരു പാടശേഖരം എടുത്ത് അവിടെ അത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഏത് മെമ്പറുടെ വാർഡാണ് അല്ലെങ്കിൽ ഏത് മെമ്പർമാരുടെ വാർഡിലാണ് ഈ പുല്ല് കിടക്കുന്നത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടി അവരുടെ വാർഡിലേക്ക് പോയാൽ എങ്ങനെ ചെയ്യാവുന്നുണ്ട്. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെയും ഈ കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടായി മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ മുമ്പിൽ ചില പ്രതിസന്ധികളെല്ലാം ഉണ്ടാവാറുണ്ട്. നമുക്കിത് നിങ്ങളുടെ കേട്ട് കാണും. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, അതാണ് RIDF എന്നൊരു വാക്കടക്കെല്ലാം പറഞ്ഞത്. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു വായ്പ എടുക്കുന്നതാണ്, മേടിക്കുന്ന പൈസയെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിന് അവാർഡ് തരുമ്പോൾ ഒരുപാട് നിബന്ധനകൾ ഏർപ്പെടും. ചിലപ്പോൾ ഇപ്പോൾ വരുന്നതെല്ലാം 50 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ മതി. നമുക്കത് 1 കോടി രൂപ മതിയായിരിക്കും, ചിലപ്പോൾ 50 ലക്ഷം രൂപ മതിയായിരിക്കും. ഒരു തോടൊന്ന് വൃത്തിയാക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി 2 വശവും കെട്ടി സംരക്ഷിക്കാമെങ്കിൽ, ഒരു തോട് സംരക്ഷിക്കാമെങ്കിൽ അവിടുത്തെ കൃഷി നടക്കും, ആ പുഞ്ചയിലെ കൃഷി നടക്കും. പക്ഷെ നമുക്ക് ഈ പറയുന്നത് പോലെ 50 ലക്ഷം പഞ്ചായത്തിന് പ്രയാസമാവും. നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരു വലിയ തോന്നലുകളും അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പലയിടങ്ങളിലും പാടശേഖരങ്ങളിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാവുകയാണ്. കൃഷി വകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആധിപത്യമായി മാറാൻ പാടില്ല. ജനാഭിപ്രായം പരിഗണിക്കണം. കാർഷിക മേഖലയുടെ വികസനത്തിനായി ഫണ്ടുകൾ കണ്ടെത്തി പാടശേഖരങ്ങളെ നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയ് 25,000 രൂപയുടെ ചെക്ക് മന്ത്രി P പ്രസാദിന് കൈമാറി. മുതിർന്ന കർഷകൻ VA തങ്കപ്പൻ, വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സർ ദിയാൻ അമീൻ എന്നിവരെ മന്ത്രി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ, CPI പ്രതിനിധി
പി കെ രാജേഷ്, കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധി പി കെ സത്യൻ, ആത്മ ഡിസ്ട്രിക്ട് ഗവേണിംഗ് ബോർഡ് മെമ്പർ MS അലിയാർ, നെല്ലിക്കുഴി പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ സുലേഖ ഉമ്മർ, 19-ാം വാർഡ് മെമ്പർ വൃന്ദ മനോജ്, മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദബോസ് ഡി, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശ ദേവദാസ്, നെല്ലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മ S, ഇരമല്ലൂർ പാടശേഖരം പ്രസിഡന്റ് വിജയൻ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു വി തമ്പി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം നടന്നതായി പരാതി. കഴിഞ്ഞ അവധി ദിവസം 2 വ്യക്തികൾ അതിക്രമിച്ചു കയറി സ്കൂൾ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന PVC, മറ്റ് ഇരുമ്പ് സാധനങ്ങൾ എന്നിവ മോഷ്ടിച്ചുകൊണ്ട് പോയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ നിന്നും മോഷണം നടന്നതായി പരാതി. കഴിഞ്ഞ അവധി ദിവസം 2 വ്യക്തികൾ അതിക്രമിച്ചു കയറി സ്കൂൾ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന PVC, മറ്റ് ഇരുമ്പ് സാധനങ്ങൾ എന്നിവ മോഷ്ടിച്ചുകൊണ്ട് പോയതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ അവധി ദിവസം 2 വ്യക്തികൾ ഈ സ്കൂളിൽ അതിക്രമിച്ചു കയറി സ്കൂളിൽ ഉപയോഗത്തിലിരുന്നതുമല്ലാത്തതുമായ സാധനങ്ങൾ പറക്കിക്കൊണ്ട് പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. CCTV ക്യാമറയിൽ ആളുടെ മുഖം വ്യക്തമാണ്. ഈ വിവരങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂൾ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ നിന്നും മോഷ്ടാക്കളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിവരം ചൂണ്ടിക്കാണിച്ച് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകളിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഹസന നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം. സമഗ്ര അന്വേഷണത്തിലൂടെ മറ്റ് പങ്കാളിത്തങ്ങൾ കൂടി വെളിപ്പെടുത്താത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകളിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രഹസന നടപടികൾ മാത്രമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതൃത്വം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്ന വൻ ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ കാലാകാലങ്ങളായി തൊഴിലുറപ്പ് പദ്ധതികളിൽ നടന്നുവന്നിരുന്ന ക്രമക്കേടുകൾ കൂടി കണ്ടെത്തുകയും ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണം നടത്തി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ മുഴുവൻ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി പ്രഹസനമാണെന്നും സമഗ്രമായ അന്വേഷണത്തിലൂടെ ക്രമക്കേടുകളിൽ പങ്കാളികളായവരെ കൂടി പുറത്ത് കൊണ്ടുവരുന്ന ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ കോൺഗ്രസ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതിയും ക്രമക്കേടുമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി 4 താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുള്ള ഈ വിഷയത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. 4 താൽക്കാലിക ജീവനക്കാർ മാത്രമാണോ ഈ നടന്നിട്ടുള്ള അഴിമതികൾക്കും ക്രമക്കേടുകൾക്കുമെല്ലാം ഉത്തരവാദികൾ? അത് തീർച്ചയായിട്ടും ഇതിൽ ഭരണസമിതിക്ക്, ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. താൽക്കാലിക ജീവനക്കാരുടെ തലയിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരടക്കം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവർക്ക് ഇതിൽ വളരെ കൃത്യമായ പങ്കുണ്ട്. ആ അഴിമതി മറച്ചു വയ്ക്കുവാൻ വേണ്ടിയാണ് കേവലം 4 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുത്തിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതികളിലെ കാലാകാലങ്ങളിൽ നടന്നുവന്നിരുന്ന ക്രമക്കേടുകൾ കൂടി കണ്ടെത്തുകയും ഇപ്പോൾ നടന്ന പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ 4 ജീവനക്കാരെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടികളിൽ തൃപ്തരല്ലാത്ത തങ്ങൾ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനടുത്ത്, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കൊഴുവമാക്കൽ, ബാബു ആൻഡപ്പൻ, നേതാക്കളായ PR അയ്യപ്പൻ, PT വർഗീസ്, M ഉദയസൂര്യൻ, KS സിദ്ദിഖ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. പീരുമേട്
പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിച്ചെങ്കിലും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നത് ഉന്നത ഇടപെടലിൽ വൈകുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ നഷ്ടമായ 110 ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു ഭാഗം കഴിഞ്ഞ മാസം റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ചിരുന്നു. ഇവിടെ സർക്കാർ ബോർഡും സ്ഥാപിച്ചിരുന്നു. എന്നാൽ സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുന്നത് അട്ടിമറിക്കപ്പെട്ടു. എന്നാൽ വിഷയത്തിൽ പ്രതികരണവുമായി പീരുമേട് MLA വാഴൂർ സോമൻ രംഗത്തെത്തിയിരുന്നു. ഭൂമി കയ്യേറിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റക്കാർക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് അനുസരിച്ച് കേസെടുക്കണമെന്നാണ് നിയമം. റവന്യൂ വകുപ്പ് കേസെടുത്ത ശേഷം പോലീസിന് കൈമാറണം. പോലീസ് FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ പരുന്തുംപാറയിലെ ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും ഒരു കേസ് പോലും റവന്യൂ അധികൃതർ എടുത്ത് പോലീസിന് കൈമാറിയിട്ടില്ല. കയ്യേറ്റക്കാരുടെ പട്ടിക നൽകില്ലെന്ന് മാത്രമല്ല, തിരിച്ചുപിടിച്ച ഭൂമിയുടെ കണക്കിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. 41.5 ഏക്കർ തിരിച്ചുപിടിച്ചു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ താലൂക്ക് വികസന സമിതിയിൽ കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഇതിൽ നിന്നും ഏക്കർ കണക്കിന് ഭൂമി കുറഞ്ഞു. പരുന്തുംപാറയിൽ വ്യാപകമായ കയ്യേറ്റം നടന്ന പീരുമേട് തഹസീൽദാരുടെ റിപ്പോർട്ടിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അന്ന് ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജാണ് ഉത്തരവിട്ടത്. പീരുമേട്, മഞ്ചുമല എന്നീ വില്ലേജുകളിലുള്ള പരുന്തുംപാറ വിനോദ കേന്ദ്രത്തിലെ 110 സ്ഥലമാണ് റവന്യൂ വകുപ്പിലെ ഏതാനും വർഷങ്ങൾക്കിടയിൽ നഷ്ടമായത്. കയ്യേറ്റത്തിലൂടെ നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്താൻ പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കണമെന്ന തഹസീൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് നൽകിയ തഹസീൽദാർക്ക് ഇപ്പോൾ ഇവർ ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തത് ഭരണകക്ഷിയുടെ കടുത്ത സമ്മർദ്ദം മൂലമെന്നാണെന്ന് സൂചന. ആദ്യഘട്ട ഒഴിപ്പിക്കൽ കഴിഞ്ഞ ശേഷം ഇതിനായി നിയോഗിച്ച സംഘം പരുന്തുംപാറയിലേക്ക് പോയിട്ട് പോലുമില്ല. ഇതും ഉന്നത ഇടപെടൽ പിന്നാലെയുള്ള വിലക്കാണ് എന്ന ആരോപണവും ശക്തമാണ്. എന്നാൽ വിഷയത്തിൽ പീരുമേട് MLA വാഴൂർ സോമന്റെ പ്രതികരണം, ഭൂമി കയ്യേറിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഇത് വളരെ ഗൗരവകരമായ പ്രശ്നമാണെന്നും ആയിരുന്നു. പാറയിലെ ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ച് ചില വാർത്താ മാധ്യമങ്ങളിൽ ഒരു പ്രചരണം നടക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ 110 ഏക്കർ സ്ഥലം തിരിച്ചു പിടിച്ചതായിട്ടാണ് റവന്യൂ അധികാരികൾ അറിയിച്ചത്. എന്നാൽ ഈ ഭൂമി തിരിച്ചു പിടിച്ച് ഒരു മാസം പിന്നിട്ടിട്ടുണ്ട്. ഭൂമി കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അവരെ അകത്താക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടാക്കിയിട്ടില്ല. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ കേസെടുക്കുകയും ഈ കയ്യേറ്റം പൂർണ്ണമായും തടയുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വാർഷിക മെറിറ്റ് ഡേ ആഘോഷവും ന്യൂമാൻ സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനവും നടത്തി. മിഷൻ 2025 ഉടുമ്പന്നൂർ മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. AICC അംഗവും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ യോഗം തൊടുപുഴയിൽ നടന്നു. കേരളത്തിൽ ആയുരാരോഗ്യപൂർണമായ വാർദ്ധക്യം വിഭാവനം ചെയ്യുവാൻ ഉതകുന്ന ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേർന്നത്. സംസ്ഥാന വ്യാപകമായി INTUC സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബ്ലോക്ക് ഓഫീസ് മാർച്ചും ധർണയും തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളന്തേശം ബ്ലോക്ക് ഓഫീസിന്റെ മുൻപിൽ സംഘടിപ്പിച്ചു. അനധികൃത നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ആദ്യം പൊളിച്ചു നീക്കേണ്ടത് കട്ടപ്പന വില്ലേജ് ഓഫീസ് കെട്ടിടമാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.